അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദ്ദാദിലെ ദിക്റുകളുടെ ശ്രേഷ്ഠതകളും ആധികാരികതയും ഈ വിഷയത്തിൽ ഇതിന് മുമ്പ് 6 ക്ലിപ്പുകൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ കേൾക്കണമെന്ന് ഈ 7ാമത്തെ ഭാഗം കേൾക്കുന്നവരോട് ഉണർത്തുകയും വളരെ ഉപകാരമുള്ള അറിവുകൾ ഹദീസിന്റെയും അതുപോലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ക്ലിപ്പിൽ ഉണ്ട്. വളരെ ക്ഷമയോടുകൂടെ ദീനിയായ അറിവ് നേടുന്നതിന് വേണ്ടി ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. അദ്ദാദിലെ 7ാമത്തെ ദിക്റ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്റാണ്. 3 പ്രാവശ്യം ചൊല്ലുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് വളരെ അടിസ്ഥാനപരമായി വളരെയധികം മഹത്വമുള്ള ദിക്റാണ്. അബൂദാവൂദ് എന്നവരുടെ ഹദീസിന്റെ കിതാബിലും അതുപോലെ തുർമുദി എന്ന ഹദീസിന്റെ കിതാബുകളിലും എല്ലാം കാണാം. ഈ 2 ഹദീസിന്റെ കിതാബുകളിലും കാണാം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദി യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും രാവിലെ ഏതെങ്കിലും ഒരു അടിമ പറയുകയാണെങ്കിൽ, മസാഇ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയുടെയും വൈകുന്നേര സമയത്തും പറയുകയാണെങ്കിൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ പറയുകയാണെങ്കിൽ, ലം യദുറഹു ശൈഉൻ, ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടാക്കുകയില്ല. തുർമുദി എന്ന് പറയുന്ന കിതാബിൽ ഇങ്ങനെയാണ് ഉള്ളത്. അബൂദാവൂദിൽ ലം തുസിബുഹു ഫുജാഅത്തു ബലാഇൻ, പെട്ടെന്നുള്ള ഒരു വിപത്തും അവനിക്ക് എത്തുകയില്ല എന്നാണ് അബൂദാവൂദിന്റെ റളിയല്ലാഹു അൻഹു അബൂദാവൂദ് എന്ന കിതാബിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ്. ബഹുമാനപ്പെട്ട അർസഖ് എന്നവര് രചിച്ച കിതാബാണ് തസ്ഹീലുൽ മനാഫിയ, ചികിത്സയുടെ ഒരു ഗ്രന്ഥമാണ്, തിബ്ബിന്റെ കിതാബാണ്. അതിൽ കാണാം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസ്. ഖാല ജാഅ അഅറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഇന്നി സഖീമുൻ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ രോഗിയാണ്, എനിക്ക് വയറു സംബന്ധമായ അസുഖമാണ്. വലാ യസ്തഖീമു ത്വഅമു വശറാബു ഫീ മഅദതി, എന്റെ ആമാശയത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും അതൊക്കെ വയറിന് ദോഷകരമാവുകയാണ്, എന്ത് പാനീയം കുടിച്ചാലും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഫദുല്ലാഹ ലീ ബിസ്സഹത്തി, എന്റെ ഈ രോഗം സുഖമാകുവാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പറഞ്ഞ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കൽത തഅമൻ വശറാബ, നീ വല്ല ഭക്ഷണവും കഴിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഫഖുൽ, നീ പറയണം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം
എന്ന ദിക്ർ നീ ചൊല്ലിയാൽ ഫഇന്നഹു ലാ യദുറുക ദാഉഹു വഇൻ കാന അളീമാ. ആ ഭക്ഷണം മുഖേനയോ വെള്ളം മുഖേനയോ ഉള്ള എന്ത് രോഗവും അത് എത്ര വലിയതാണെങ്കിലും നിന്നെ ബുദ്ധിമുട്ടാക്കുകയില്ല. അതേ പ്രകാരം തന്നെ കിതാബിൽ കാണാം, ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അലിയുൽ ഹനഫി എന്നവരെ ലംഅത്തുൽ ബുനിയ എന്ന് പറയുന്ന കിതാബിന് ശറഅ് എഴുതിയിട്ടുണ്ട്. ആ ശറഇൽ കാണാം, അള്ളാഹുവിന്റെ അസ്മാഉകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ബാസിത്ത് എന്ന ഇസ്മിന്റെ മഹത്വം വിവരിക്കുന്ന സ്ഥലത്ത് കാണാം, അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു അടിമ സ്ത്രീ, അതഅമതുഹു സുമ്മ 40 യൗമാ, 40 ദിവസം ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് വിഷം നൽകി. വമാ ദറഹു, ആ വിഷമൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. കാരണം അവര് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം എന്ന് പറഞ്ഞിട്ടല്ലാതെ അത് കഴിച്ചിരുന്നില്ല എന്നാണ്. ബഹുമാനപ്പെട്ട കിതാബുൻ നസാഹി എന്ന് പറയുന്ന കിതാബിൽ, അതുപോലെ ഹയാത്തുൽ അഅ്വാൻ അൽ കുബ്ര എന്ന കിതാബിൽ ദമീരി ഇമാം ഒക്കെ പറയുന്നതായി കാണാം. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ ചോദിച്ചു എന്നാണ്, മിൻ അയ്യി ജിൻസിൻ അൻത, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഖാല അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ആദമിയ്യുൻ മിസ്ലുക്കി, ഞാൻ നിന്നെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെ. ഖാലത്ത് കൈഫ തകൂനു ആദമിയ്യ, എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യനാകുന്നത്? വഖദ് അത്അംതുക സുമ്മ 40 മറ ഫലം യദുറക, 40 പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ വിഷം തന്നിട്ടും അത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ മനുഷ്യനാകുന്നു? ഫഖാല, അപ്പൊ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അലിംതി അന്ന ദാകിരില്ലാഹി ലാ യദുറുകും ശൈഉൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ആളെ ഒരു വസ്തുവും ബുദ്ധിമുട്ടിക്കുകയില്ലെന്ന് നിനക്കറിയില്ലേ? വഅന കുന്തു അദ്കുറു ബിസ്മിൽ അഅ്ളം, ഞാൻ അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ളം ദിക്ർ ചൊല്ലിയിരുന്നു. ഖാലത്ത്, അപ്പോൾ അടിമ സ്ത്രീ ചോദിച്ചു, വമാ ഹുവ, ഏത് ദിക്റാ നിങ്ങൾ ചൊല്ലിയത്? 40 ദിവസം വിഷം തന്നിട്ട് അത് ഏൽക്കാതിരിക്കാൻ പറ്റിയ ദിക്ർ? ഖാല അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം, ഈ ദിക്റാണ് ഞാൻ ചൊല്ലിയത്. ثم قال, പിന്നെ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമല്ലദീ ഹമലകി അലാ ഹദാ, എനിക്ക് വിഷം നൽകുന്നതിന് എന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? കാലത്ത് അവർ പറഞ്ഞു, ബുഗ്ളുക, നിങ്ങളോടുള്ള ദേഷ്യം. കാല, ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ പറഞ്ഞു, അൻതി ഹുറത്തുൻ ലിവജ്ഹില്ലാഹ്, നീ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, നീ ഇനി അടിമ സ്ത്രീയല്ല. വഅൻതി ഫീ ഇല്ലിം മിമ്മാ സനഅതി, എനിക്ക് 40 തവണ വിഷം നൽകിയതിനെ തൊട്ട് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കിതാബുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇങ്ങനെ വലിയ പുണ്യമുള്ള മഹത്വമുള്ള കാര്യമാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു അസുഖമുണ്ടായപ്പോൾ റബ്ബിനോട് പറഞ്ഞ സമയത്ത്, ഇന്നാലിന്ന പർവ്വതത്തിന്റെ മുകളിൽ പോയി അവിടെ ഒരു ചെടിയുണ്ട്, അത് തിന്നാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറയുകയും പോയി അത് തിന്നുകയും അസുഖം സുഖമാവുകയും ചെയ്തു. കിതാബിൽ കാണാം, പിന്നീട് വീണ്ടും ആ അസുഖം തിരിച്ചു വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തന്നെ പോയിട്ട് അത് ഭക്ഷിച്ചു. അസുഖം മാറിയില്ല. അള്ളാഹുവിനോട് ചോദിച്ചു, എന്താണ് റബ്ബേ? യാ റബ്ബി, അൽ ഇല്ലത്തു വാഹിദ, രോഗം ഒന്ന് തന്നെ, മരുന്നും കഴിച്ചത് ഒന്നാണ്, എന്തുകൊണ്ട് സോക്കൾ മാറുന്നില്ല?
അപ്പോൾ പറയപ്പെട്ടില്ലേ അന്നക ഫിൽ മറത്തിൽ ഊലാ ദഹബത ബി അംരിന, നിങ്ങൾ ആദ്യം പോയി മരുന്ന് കഴിച്ചത് നമ്മുടെ കൽപ്പന പ്രകാരം. അപ്പൊ നമ്മൾ സുഖമാക്കി. വഫീ ഹാദിഹിൽ മറത്തി, ഇപ്പൊ നിങ്ങൾ പോയത് ദഹബത ബി നഫ്സിക, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ആണ്. ഫലം തുഷ്ഫ, അപ്പോൾ ശിഫയായില്ല. അലം തഅലം യാ മൂസ, മൂസാ നബിയെ നിങ്ങൾക്കറിയില്ല, ദുന്യാവും അതിലുള്ള മുഴുവനും മനുഷ്യനെ കൊല്ലുന്ന വിഷമാണ്. അതിനെ നന്നാക്കുന്നത് അള്ളാഹുവിന്റെ ദിക്റാണ്. അപ്പൊ ദിക്റ് കൊണ്ട് വലിയ മഹത്വമുണ്ട്. അതിൽപ്പെട്ട ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം എന്ന ദിക്ർ. റൗദുൽ ഖിർതാസ് എന്ന് പറയുന്ന കിതാബില് ബഹുമാനപ്പെട്ട അബൂ സറഉൽ ഖാസി എന്നവർ പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന വ്യക്തിയെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഊരയുടെ ഭാഗത്ത് ഒരു സഞ്ചി കെട്ടിയതായിട്ട് കാണാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അത് എടുത്തു, അതിൽ പരിശോധന നടത്തി എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയപ്പോൾ ഖാല മാ ഹാദാ യാ അംർ, ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സഞ്ചിയിലുള്ളതെല്ലാം പുറത്തേക്ക് കൊട്ടിയതിനു ശേഷം അതിൽ പലതും കണ്ടപ്പോൾ ചോദിച്ചു, ഇത് എന്താ? ഖാല, അദ്ദേഹം പറഞ്ഞു, അദാ സുമ്മു സഅ, ഇത് കഴിച്ചാൽ ഉടനെ തന്നെ മനുഷ്യൻ മരിക്കുന്ന കടുപ്പമുള്ള വിഷം. അപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്-സമീഉൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചത് ഭക്ഷിച്ചു. ഫലം യദുറഹു സുമ്മു, അദ്ദേഹത്തിന് ആവശ്യം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അപ്പോൾ വലിയ മഹത്വമുള്ള ദിക്റാണ് ഈ ദിക്റ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിന്റെ ചുരുക്കം ചില കാര്യം മാത്രമാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും വളരെയധികം കൊണ്ട് ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നേടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു എല്ലാവിധ ഖൈറുകളും നൽകുകയും എല്ലാവിധ ഷർറുകളെ തൊട്ടും കാക്കുകയും ചെയ്യട്ടെ. പലരും പല ഉദ്ദേശങ്ങൾ വെച്ച് കമന്റിലൂടെ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അവിടൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മൾ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അവസാനമായി ഉണർത്തുകയാണ്, ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സാധാരണക്കാരായ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.